ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് റെഡി ഫോർ ആ ട്രിപ്പ് ഗൈസ്. ആ ട്രിപ്പിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡിയാണ്. സോ ഇതെന്ന് പറയുന്നത് ഞാൻ അപ്പോഴപ്പോഴായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഈ ട്രിപ്പ് നമ്മളിപ്പം ഇങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ നഖം വയ്ക്കണം, കൺപീലി വയ്ക്കണം, ത്രെഡ് ചെയ്യണം, ഫേഷ്യലും ചെയ്യണം. ഞാൻ പറയില്ല, ഫേഷ്യലൊന്നും ഞാൻ ചെയ്തില്ല, അത് ഞാൻ ചെയ്യില്ല. കാരണം തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും നല്ല രീതിക്ക് ടാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വന്നിട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ എന്താ സ്കിൻ കെയർ ചെയ്യണം, ഫേഷ്യൽ എയർ, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഞാൻ വിശ്വാസം. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ലോങ് ട്രിപ്പ്, ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇന്ത്യ സ്കൂളിൽ നിന്ന് ടൂർ പോയാൽ പോലും അങ്ങനെയാണ്, നമുക്ക് ഭയങ്കര ഒരുക്കമാണ്. അപ്പം ആ ഒരുക്കത്തിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോണത്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഓൾറെഡി എനിക്ക് ബാങ്ക്സ് ഒക്കെ ഞാൻ വെട്ടിയിട്ടു. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ബാങ്ക്സ് വെട്ടിയിട്ട് കണ്ടിട്ട് വാ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1% കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ് ആണ്. നോക്കുകയാണെങ്കിൽ സൂപ്പർ ജെന്റിലാണ് സ്കിന്നിൽ, ആൻഡ് ഓൾസോ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കത്തില്ല. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആണ്. ബിക്കോസ് ഇതിനകത്ത് ആൽഫ ആർബ്യൂട്ടിനൊക്കെ വരുന്നുണ്ട്. മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും, എനിക്ക് കൂടുതൽ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വെയിലൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചിക്കൻ ബോക്സിൻ്റെയൊക്കെ പാടുണ്ട്, അല്ലെങ്കിൽ പണ്ട് കുരു വന്ന് പോയതിൻ്റെ നല്ല കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. കോജിക് ആസിഡ് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ആൽഫ ആർബ്യൂട്ടിൻ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനും, ആൻഡ് ഓൾസോ നമ്മുടെ ഡിസ്കളറേഷനും മാറ്റും. സോ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വയ്ക്കും. ഇപ്പോൾ ഫേസ് വാഷ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആ ഒരു ഗ്ലോ, നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ പോയിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് 2% കോജിക് ആസിഡ് ഫേസർ ആണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് വെച്ചാൽ കോജിക് ആസിഡ് ആണ് വരുന്നത്. 2% ഉണ്ട്. പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലെമിഷ് മാറ്റാൻ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ആൻഡ് ഓൾസോ നമ്മുടെ അൺഈവൻ സ്കിൻ ടോണും മാറ്റും, ഡിസ്കളറേഷനും മാറ്റാൻ അടിപൊളിയാണ്. ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റുകളാണ്. സോ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീനാണ്. ആ സൺസ്ക്രീനെ കുറിച്ച് ഞാൻ ജസ്റ്റ് കയ്യിലെടുക്കുന്നു, ഡ്രോപ്പായിട്ട് ഇങ്ങനെ എടുക്കുന്നു, ജസ്റ്റ് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്നു. കുരു ഉള്ളിടത്ത് നല്ലതാണ് കേട്ടോ. കുരു വന്നിട്ടുള്ള കറുത്ത പാടുള്ളിടത്ത് ജസ്റ്റ് സ്പോട്ട് കറക്ഷൻ ചെയ്താലും നല്ല റിസൾട്ടാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു 1% ഹയർലോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. SPF 50 വരുന്നുണ്ട്. PA++++ ഉള്ള സൺസ്ക്രീനാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല. ജസ്റ്റ് ഫേസിലൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഹയർലോണിക് ആസിഡും വൈറ്റമിൻ ഇ ഒക്കെ വരുന്നുണ്ട്. സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്യുക. ഹയർലോണിക് ആസിഡ്, സെറാമൈഡ് ഒക്കെ വരുന്നുണ്ട്. അടിപൊളിയുള്ള സൺസ്ക്രീൻ ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള സൺസ്ക്രീനാണ്. സോ എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ അവൈലബിൾ ആണ്. ഓൾസോ ഈ പ്രോഡക്റ്റ് ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്റ്റ്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ഗ്ലാമി 2024 എന്നുള്ള കോട്ട എപ്പോഴത്തെ നിങ്ങൾക്ക് 20% ഡെർമാക്കോയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ അതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഓരോ തവണ ഡെർമാക്കോയിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോഴും 20,000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഗൈസ്, ഈ കഥ നടക്കുന്നത് എറണാകുളത്ത് കൊളാബ് സിഗ്നേച്ചർ സലൂണിലാണ്. ആക്ച്വലി ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ബാങ്ക്സ് വെട്ടിയിടുന്നത് കുറേ നാളായിട്ട് വിചാരിക്കണം. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ബാങ്ക്സ് വളർന്നു. അപ്പം ഞാൻ വെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം ഈ മുടി ഇങ്ങനെ വാരി പിടിച്ച് കെട്ടുമ്പോഴത്തേക്ക് 2 മുടി ഫ്രണ്ടിലോട്ട് കിടക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആദ്യം പോയി ഹെയർ വാഷാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇതിൻ്റെ റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കമൻറ്റ് വന്ന്, യൂട്യൂബിൽ അതൊന്ന് ഗംഗ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂലെന്നല്ലേ പറഞ്ഞ, ട്രീറ്റ്മെൻറ്റ് ചെയ്തോന്ന്. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി ഭാവിയിൽ ഒരു ചിലപ്പം മേ ബി ഓന്ത് കണക്ക് മാറിയാൽ അതായത് എനിക്ക് ഹെയർ ഇതിൻ്റെ കാര്യം ഒക്കെ ഞാൻ ഓന്ത് കണക്ക് മാറും. കാരണം ഞാൻ വെട്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നു വെട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. ഇപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. സോ ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ കുറച്ച് കർട്ടൻ ബാങ്ക്സ് ആണ് വെട്ടിയിടുന്നത്. അപ്പം ഇതിപ്പം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹെയർ കാണാൻ പൊള്ളിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ്. പക്ഷേ ഇത് നിങ്ങൾക്കറിയാലോ, അവർ ബ്ലോ ഡ്രൈ ചെയ്തിടുകയാണ് ചെയ്യുന്നത്.
അപ്പം ബ്ലോ ഡ്രൈ ചെയ്തിടുമ്പോഴത്തേക്ക് ഹെയർ കാണാൻ സൂപ്പറാണ്. അപ്പം നമുക്കത് വീട്ടിൽ ബ്ലോ ഡ്രൈ ചെയ്ത് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയറും കാണാൻ സൂപ്പറായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ കിട്ടുന്ന ഒരു ക്ലിപ്പ് എടുത്ത് വെച്ച് കുത്തിക്കൊണ്ട് 2 മങ്കി എടുത്ത് ഫ്രണ്ടിൽ ഇടും. ആ 2 മങ്കിക്കാണ് ഉണ്ടാകുക കർട്ടൻ ബാങ്ക്സ് എന്ന് പറയും. ആക്ച്വലി ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു മറ്റേ നമ്മൾ ഫ്രിഞ്ചസ് വെട്ടത്തില്ലേ, അതേപോലത്തെ ഒരു സാധനമാണ് ആദ്യം ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഞാൻ കാണിച്ച മോഡലിന് നല്ല ചേരും, എനിക്ക് ചേരുമില്ലെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് കർട്ടൻ ബാങ്ക്സ് കെട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും എന്തിന് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അറിഞ്ഞുകൂടാ, അതിൻ്റെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. അതൊരു സുഖമുള്ള ഏർപ്പാടാണ് ഗൈസ്, ഒരു സന്തോഷമുള്ള ഏർപ്പാടാണ്. അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. സോ അതിന് ശേഷം മുടിയൊക്കെ ഉണക്കി നല്ല സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. മുടി നല്ല ഉണക്കി എടുത്തിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം, അതായത് ബ്ലോ ഡ്രൈ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ കേൾസ് ഒന്നുമല്ല ചെയ്യുന്നത്. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ഹെയറിൻ്റെ ബാങ്ക്സ് ഇടാനുണ്ട്. നല്ല ഭംഗി കിടപ്പുണ്ട്. പക്ഷെ കുളിച്ച് കഴിയുമ്പോൾ ഇത് കിടക്കില്ല, ഒന്ന് കണക്ക് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, നമ്മൾ ബാങ്ക്സ് വെട്ടിട്ടുണ്ടല്ലോ. അപ്പം ബാങ്ക്സ് വെട്ടിയിട്ട് കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്യൂലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് നിലവാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പോയിട്ട് ഒള്ളി കർട്ടൻ ബാങ്ക്സ് മാത്രമാണ് വെട്ടിയിട്ടത്. നിങ്ങളൊരു കാര്യം അറിയാതെ കടന്ന് നിങ്ങൾ ലൈക്ക് എല്ലാവരും ഇല്ല എന്തോന്ന് ട്രീറ്റ്മെന്റ് ചെയ്യല്ല എന്ന് പറഞ്ഞ് പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് ഒന്നുമല്ല ഗൈസ്. എനിക്ക് കർട്ടൻ ബാങ്ക്സും വെട്ടണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്നാണ് നമ്മൾ ഫോൺ എടുക്കാൻ പറ്റും. ഫോൺ എടുക്കാൻ അല്ലാതെ വേറെ ഒരു പരിപാടി ഉണ്ട്. അപ്പം എനിക്ക് ഹെയർ ഒന്ന് ഞാൻ അവരെടുത്ത് ബ്ലോ ഡ്രൈ ചെയ്ത് ഇട്ട് തരാൻ പറഞ്ഞത്. സാധാരണ ഇപ്പം നമ്മൾ അവിടെ പോയി ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാത്തപ്പോഴായാലും സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. കൊച്ചിയിലുണ്ടായിരുന്ന സമയത്താണ് സിഗ്നേച്ചർ സലൂണിൽ പോയത്. ഇപ്പം ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഇന്ന് നമ്മൾ കണ്ണിൽ ഐലാഷ് എക്സ്റ്റൻഷനും ചെയ്യണം. നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ നെയിൽ വളർത്തുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി കുട്ടിയുടെ ആ ഒരു കല്യാണ സമയപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എനിക്ക് ഇത് ജെൽ പോളിഷ് ഇടണമെന്നുണ്ട്. പിന്നെ കാലൊന്ന് പെഡിക്യൂർ ഇടണം. ഭയങ്കര ഡ്രൈ ആയിട്ടൊരു പരിവായിട്ടിരിക്കും. അപ്പം ഇന്ന് കാരണം പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് എനിക്ക് 1-2 കൊല്ലം, ഒരു 2-3 കൊല്ലം. വീട്ടിൽ വന്നിട്ടും കുറച്ച് പരിപാടികളുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ഈ പറഞ്ഞ പരിപാടിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ജൂ സലൂണിലോട്ട് പോവാണ്. ഇപ്പം കവടിയാർ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂ സലൂൺ കുറവങ്കോണത്താണ്. സോ അവിടെയാണ് പോകുന്നത്. ഫ്രൂട്ട് ബേയുടെയൊക്കെ അടുത്തായിട്ട് വരുന്നത് ഇതാണ് ജ്യൂസ് സലൂൺ. അപ്പോൾ ഇവിടെ പോയിട്ട് ഓൾറെഡി ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജെൽ എക്സ്റ്റൻഷൻ, കയ്യിലങ്ങനെ, കാലിലിങ്ങനെ, ജെൽ എക്സ്റ്റൻഷൻ, ജെൽ നെയിൽ പോളിഷ്, കയ്യിലങ്ങനെ, കാലിലിങ്ങനെ, ഇതൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോയത് നമ്മുടെ കയ്യിൽ ജെൽ നെയിൽ പോളിഷാണ് ഇടാൻ പോയത്. അപ്പോൾ ആദ്യമേ അവർ നന്നായിട്ട് ക്യൂട്ടിക്കിളൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ഒക്കെ ഭയങ്കര വൃത്തിയാക്കി തന്നു ഗൈസ്. നല്ല ഫയൽ ചെയ്ത് നല്ല ഷേപ്പാക്കി. ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കൈ നോക്കിയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജെൽ നെയിൽ പോളിഷൻസ് അവർക്ക് ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞു, ഏതാണ് വേണ്ടത് നോക്കുക, അതിനനുസരിച്ചിട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ നല്ല വൃത്തിയാക്കി തന്നത്. ഇതാണ് അവരുടെ ജെൽ പോളിഷ്. ഒന്ന് നെയിൽ ആർട്ട് ചെയ്തതുകൊണ്ട്, ഒന്ന് നെയിൽ ആർട്ട് ചെയ്ത പ്ലെയിൻ കളേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് നെയിൽ ആർട്ടൊന്നും ചെയ്യാതെ വേണ്ട, കാരണം സമയമില്ല, വീട്ടിൽ നേരത്തെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയിൽ ആർട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തു. ഭയങ്കര ലൈറ്റ് ബ്രൗൺ ന്യൂഡ് ഒരു ഷിമ്മർ ഷെയ്ഡ്, അതാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഷെയ്ഡ്. കാരണം ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് എനിക്ക് ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്താണ് വന്നത്. ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആദ്യമേ കണ്ട ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനം മാറി ഗൈസ്. എനിക്ക് ഈ ഒരു പീക്കോക്ക് ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതാണ് ചെയ്തത്. കാരണം നമ്മളങ്ങനെ ക്യാഷ്വൽ ഭയങ്കര പ്രോഗ്രാമിന് പരിപാടിക്കൊന്നുമല്ലല്ലോ പോണത്. നമ്മൾ ജസ്റ്റ് എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ നല്ല വൈബ്രൻ്റ് ആയിട്ട് നിന്ന്. അതിനുശേഷം നേരെ പെഡിക്യൂർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെഡിക്യൂർ ചെയ്തിട്ട് 2 കൊല്ലമൊക്കെ ആവും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ പെഡിക്യൂർ ചെയറിൽ
നമ്മൾ ഇരിക്കുന്ന ചെയറിൽ മസാജർ ആദ്യമായിട്ടാണ് കേട്ടോ. സൂപ്പറായിരുന്നു ഗൈസ്. കുറേ നേരം ഇരുന്ന് ഞാൻ ക്രാവി കുറച്ച് നേരം ഉറങ്ങിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കാല് കണ്ടാ നിങ്ങൾ, കാലിൽ നെയിൽ പോളിഷ് ഫുള്ള് റിമൂവ്. അല്ലാതെ ഒരു മുറിവ് പോലെ ഉണ്ട്, അത് മുറിവല്ല ഗൈസ്. രാവിലെ വീട്ടിലെ അക്രമത്തിൻ്റെ ഇടയിൽ നെയിൽ പോളിഷ് പൊട്ടി ദേഹത്തൊക്കെ ആയി കാലിലൊക്കെ ആയതാണ്. സോ എൻ്റെ നെയിൽ പോളിഷ്, എൻ്റെ കാലിൽ കിടന്ന് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ കാല് നഖം മഞ്ഞ കളറിലിരുന്നു. ഞാൻ നെയിൽ പോളിഷ് റിമൂവർ അത് എടുത്ത് മാറ്റാൻ തന്നെയാണ്. കാല് മഞ്ഞ കളർന്ന്, നഖം മഞ്ഞ കളർന്ന്. കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഭയങ്കര ഒരു മഞ്ഞ കളറായിരുന്നു. അതിന് ശേഷം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ ക്യൂട്ടിക്കിൾ റിമൂവിങ് ക്രീമാണ് തേച്ചത്. അത് ഭയങ്കര മണം വരുന്നേ. മണമെന്ന് വെച്ചാൽ നല്ല ഭയങ്കര പ്ലസൻ്റ്. എനിക്കാണെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നു ഗൈസ്. സോ ആദ്യം നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തു, പിന്നെ ക്യൂട്ടിക്കൽ റിമൂവിങ് ക്രീം ഇട്ടു. അങ്ങനെയായിരുന്നു. സോ ഇത് കാരണം ഞാൻ വീട്ടിലാണ് എപ്പോഴും പെഡിക്യൂർ ചെയ്യുന്നത്. ആ ഒരു തവണ ഞാൻ പാർലറിൽ പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ വന്നു, കാരണം കുറേ നാളായില്ലേ. സോ നല്ല പരിപാടി, നല്ല രസമുണ്ടായിരുന്നു. ചെയറിലിരിക്കാനൊക്കെ നല്ല 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 സുഖം ഉണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ കാലിൽ ഫുള്ള് ഡോട്ട്സൊക്കെ എടുത്ത് കളഞ്ഞ്, നഖത്തിൻ്റെ ഇടയിൽ നിന്ന് അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ കാല് എന്ത് വൃത്തിയായെന്നറിയോ. തള്ളുന്നതല്ല ഗൈസ്, ഭയങ്കര വൃത്തിയായി. നഖമൊക്കെ ഒരുമാതിരി പിഞ്ച് തണക്ക. എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഗൈസ് ഇത്, എനിക്ക് ഇക്കിളി. സാധാരണ എനിക്ക് അങ്ങനെ ഇക്കിളി വരില്ല, പക്ഷേ ഇത് എനിക്ക് ഇക്കിളി വന്ന്. കാര്യം എന്താ പറഞ്ഞാൽ ഒരു സ്പോട്ടിൽ തന്നെ ഇങ്ങനെ അവരിട്ട് ലൈക്ക് ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഇക്കിളി, എനിക്ക് ഭയങ്കര ഇക്കിളി. ഇത് മനപ്പൂർവ്വം എക്സ്പ്രഷൻ തന്നെയല്ല, ക്യൂട്ട്നെസ് ഓവർലോഡ് വാരി വെതറൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇക്കിളി. എനിക്ക് ചിരിയൊക്കെ ഒന്ന് പോ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തോന്നി. കാര്യം എന്താണെന്ന് ചോദിക്കരുത്. സോ അങ്ങനെ ഇക്കിളി എടുത്ത് അങ്ങ് പോയി ഗൈസ്. അതിന് ശേഷം ഒരു സ്ക്രബ് ഇട്ട് കാലൊരു പിടിച്ച്, അത് നല്ല രസമാണ്. ആ സ്ക്രബ് ഇട്ടതും, അത് ഏത് സ്ക്രബെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ സ്ക്രബ് ഇട്ടതും എൻ്റെ കാല് നല്ല ബ്രൈറ്റായി. എന്ന് വെച്ചാൽ കാരണം കുറേ നാളെ ഞാൻ കാലിൽ പീൽ ചെയ്യാറില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ട് കുറേ നാളെ. അപ്പം ടാനും ഡെഡ് സെൽസൊക്കെ മാറിയിട്ട് കാല് നല്ല വൃത്തിയായി. നല്ല വൃത്തിയായി വെച്ചാൽ നല്ല ഒരു സുഗന്ധിയായി കാണാൻ കാല്. അത് നല്ല മണം. ഈ മസാജ് ചെയ്യണില്ല, ഇങ്ങനെ അത് ചെയ്യുന്ന അതും നല്ല സുഖമുള്ള ഏർപ്പാടാണ്. നല്ല ഓവറോൾ നല്ല പരിപാടിയായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു പെഡിക്യൂറൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ്, അങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചെയ്ത പെഡിക്യൂർ ഫ്രഞ്ച് ടിപ്പ് പെഡിക്യൂറാണ്. അപ്പോൾ കുറച്ച് സ്റ്റൈലാണ് പാഡിക്യൂർ എന്നായിപ്പോയി. കണ്ട നഖം നല്ല വൃത്തിയായി, കാലും നല്ല വൃത്തിയായി. ഇതാണ് നമ്മൾ ചെയ്തത്. ഇതാണ് ഫ്രഞ്ച് ടിപ്പ്. ഒരു പിങ്ക് ബേസൊക്കെ ഇട്ടിട്ട് ഫ്രഞ്ച് ടിപ്പ്. നൈസായിരുന്നു കേട്ടോ. നൈസ് എന്ന് വെച്ചാൽ നൈസായിരുന്നു. എനിക്കും കാല് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് ഇനി നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതാണ്. ഇതിപ്പം നിങ്ങൾ സ്കൂൾ ടൂറോ അല്ലെങ്കിൽ കോളേജ് ടൂറോ, സ്കൂൾ പിള്ളേർ എടുക്കണ്ട, കോളേജ് ടൂറൊക്കെ പോണ സമയത്ത് തലേ ദിവസം അല്ലെങ്കിൽ തലയ്ക്കും തലേ ദിവസം ഈ കാര്യം ചെയ്യുക. ഫേഷ്യൽ ഹെയർ ഞാനൊരു ഓയിൽ ക്ലെൻസർ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഉരയ്ക്കുന്നുണ്ട്. അത് മീൻസ് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എന്നിട്ട് ഞാൻ കൈയൊക്കെ നല്ലോണം തുടങ്ങിയ ശേഷം ഫേഷ്യൽ ഹെയർ എനിക്ക് അങ്ങനെ ഇല്ല, കുറച്ചേ ഉള്ളൂ. കാരണം ഞാൻ അപ്പോഴപ്പോഴായിട്ട് എടുക്കുന്നതുകൊണ്ട് എൻ്റെ വളരെ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ അത് നന്നായിട്ട് എടുത്ത് കൊടുക്കണം. വളരെ കുറവാണ് ഫേഷ്യൽ ഹെയർ. സോ താടി, എനിക്ക് എപ്പോഴും താടിയിലവിടെ ഒരു കുറച്ച് തിക്കായിട്ടാണ്. മീൻസ് ഒരു തിക്കുണ്ടതി പോലെ ഒരു 2 രോമ. അത് ഇപ്പോഴൊന്നുമില്ല, പണ്ടേ താടിയുടെ അവിടെ തിക്കുണ്ടതിയായിട്ട് 2 രോമം നിൽപ്പുണ്ട്. സോ അതുകൊണ്ട് അത് നന്നായിട്ട് എടുത്ത് കളയുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഐബ്രോസൊക്കെ റിമൂവ് ചെയ്തതാണ്. എക്സ്ട്രാ ഹെയർ നന്നായിട്ടിത് ചെയ്തു ഗൈസ്. നല്ല പോലെ ഇത് മീൻസ് ഇതൊക്കെ ഇട്ടു. അതിന് ശേഷം ഷാമ്പൂ കണ്ടീഷണറും ഇട്ടിട്ട് മുടി കഴുകുക. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ സ്കൂൾ ടൂർ, ഇപ്പം ഞാൻ സ്കൂൾ ടൂറായ സമയത്തൊക്കെ ഞാൻ ഷാമ്പൂ ഇല്ല, അതിനൊരു സോപ്പ് പതച്ച് തേക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള മുടി കിടക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേകം ഒരു രസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നല്ല രസമാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പം മനസ്സിലാവുമല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല രസമാണ്. സ്കൂൾ ടൂർ പോകുന്ന സമയത്ത് ഈ ഭ്രാന്താണ് സത്യമല്ല. എനിക്ക് രാത്രിയൊന്നും കിടന്ന് ഉറക്കം പോലും വരില്ല. അതിന് ശേഷം
ഞാൻ ഹെയറിൽ ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മുടിയൊക്കെ നല്ല ഡ്രൈ അപ്പം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഹെയറൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് കിടക്കും. നല്ല ദിവസം ഒരു 3-4 ദിവസം ഇതേപോലെ കിടക്കും. അധികം കാറ്റൊന്നും അടിക്കുക, സൂപ്പറായിട്ട് കിടന്നാൽ സൂപ്പറായിട്ട് കിടക്കും. സോ ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ജെൽ പോളിഷ് ഇട്ട് കയ്യിലും കാലിലും ഇട്ട് ഫേഷ്യൽ റിമൂവ് ചെയ്ത് പിന്നെ ഞാൻ ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസമായിട്ട് ഇടണമുണ്ട്. കാരണം അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ അതെനിക്ക് മാറ്റാൻ പറ്റൂല. ഇപ്പോഴും ഞാൻ വിചാരിച്ചു മഞ്ഞളെടുക്കാൻ പറ്റൂല, എല്ലാത്തി ഉരച്ചിടാനെന്നൊക്കെ വിചാരിച്ചെങ്കിൽ കല്ലുകൊണ്ട് വെയിറ്റ് കൂടെ കൂടും. പിന്നെ ഞാൻ എന്തോ ചെയ്ത് മുടി ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് കഴുകി സെറ്റാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. സംഭവം ഞാൻ ഇപ്പോഴെന്നല്ല, ഞാൻ മുമ്പേ അങ്ങനെയാണ്. ഒരു കല്യാണം ആയാലും അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയ സ്കൂളിൽ നിന്നും കോളേജിലൊക്കെ ടൂർ ചെയ്യുമ്പോൾ തലയ്ക്കും തലേദിവസമേ പരിപാടികൾ തുടങ്ങും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ടൂർ പോയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ മഞ്ഞൾ ഉണക്കി പൊടിച്ച് ഞാൻ കൊണ്ടുപോയി അത് ഞാൻ രാത്രി അത് തേച്ച് കുളിക്കുമായിരുന്നു. ദൈവ സത്യം അത് അങ്ങനെയായിരുന്നു ഞാൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പം ഇപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യും, ഇപ്പോൾ പോകുമ്പോഴത്തേക്കും എന്തുമാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇതിനെക്കാളും ചെയ്യുന്നവരുണ്ട്. പിന്നെ അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ ഐലാഷ് എക്സ്റ്റൻഷൻ ചെയ്തില്ല. കാരണം എനിക്ക് ടൈം കിട്ടിയില്ല ഗൈസ്. ഇപ്പം എനിക്ക് വീട്ടിൽ വരണമായിരുന്നു അത്യാവശ്യമായിട്ട്. അപ്പം അതൊരു 1.5 hour എടുക്കും. 1.5 hour എടുക്കണമുണ്ട്, 1/2 hour എടുക്കണമുണ്ട്. ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നാച്ചുറലാണ്, ഞാൻ ചെയ്തില്ല. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പക്ഷെ നെയിൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, കയ്യിലും കാലിലൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അപ്ഡേഷൻ എവിടെയാണ് പോകണമെന്ന് ഗസ് ചെയ്യ്. സോ ഗൈസ് ടാറ്റ ബൈ.